ഇന്നലെ സംസാരിക്കുന്നത് ബുക്ക് ഓഫ് എഫീഷ്യൻസ് ചാപ്റ്റർ 3 വേഴ്സസ് 16. എഫെസർ ലേഖനം അതിൽ 3-ാം അധ്യായം അതിൽ 16-ാം വാക്യം. പ്രാർത്ഥിക്കും. പിതാവ് നന്ദിയോടെ സ്തുതിക്കുന്നു. യേശുവിന്റെ നാമത്തെ കർത്താവ് ഇന്ന് എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തികൾക്കും കർത്താവെ ഞാൻ പ്രാർത്ഥിക്കുന്നു. പിതാവിന്റെയും പുത്രനെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തെ കർത്താവെ ഈ വചനം കേൾക്കുന്ന എല്ലാവരെയും അങ്ങനെ തിരത്വത്താൽ മുദ്രയിട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവ് യേശുവിന്റെ തിരത്വത്താൽ കർത്താവ് വരെ കഴുകി പ്രാർത്ഥിക്കുന്നു. വചനം കേൾക്കുമ്പോൾ തന്നെ വിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തെ നിറയാളെ കൊടുക്കണം കർത്താവ് യേശുവിന്റെ നാമത്തെ പിതാവേ ആമേൻ. അപ്പൊ ഇന്ന് സംസാരിക്കുന്നത് അല്പസമയം സംസാരിക്കുന്നത് എഫെസസ് ലേഖനം അതിൽ 3-ാം അധ്യായം 16-ാം വാക്യം. ഇത് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞ വാക്യങ്ങളാണ് ഒന്ന് വായിക്കാണ്ടായിരിക്കുന്നു. അവൻ തൻ്റെ മഹത്വത്തിന്റെ ദാനത്തിനൊത്തവണ്ണം അവന്റെ നിങ്ങളുടെ ആത്മാവിനാൽ നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടണമെന്നും പറയത്തല്ലോ. ബലപ്പെടേണ്ടതിനും ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിനും വരം നൽകണം എന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി വീതിയും നീളവും ഉയരവും ആഴവും എന്ന് സകല വിശുദ്ധന്മാരോടുകൂടെ ഗ്രഹിപ്പാനും പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിന്റെ സ്നേഹത്തെ അറിയുവാനും പ്രാപ്തരാകുകയും ദൈവത്തിന്റെ എല്ലാ നിറവിനോളം നിറഞ്ഞു വരികയും വേണം എന്നും പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പം തുടർമാനായിട്ട് പറയുന്നത് വെച്ചാല് എന്നാൽ നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി ചെയ്യുവാൻ നമ്മൾ വ്യാപരിക്കുന്ന ശക്തിയിൽ കഴിയുന്നവനാണ്. അപ്പൊ അത് ഇംഗ്ലീഷ് ഒന്ന് വായിക്കാൻ ആഗ്രഹിക്കുന്നു. ബുക്ക് ഓഫ് എഫീഷ്യൻസ് ചാപ്റ്റർ 3 വേഴ്സസ് 16 onwards, 16 to 20. ഇതിൽ പറഞ്ഞത് that he would grant you according to the riches of his glory to be strengthened with might through his spirit in the inner man, that Christ may dwell in your hearts through faith, that you being rooted and grounded in love may be able to comprehend with all the saints that is a width and length and depth and height, to know the love of Christ which passes knowledge, that you may be filled with all the fullness of God. Praise the Lord. Hallelujah. Again, verses 20 is very important. In this Bible saying, now to him who is able to do exceedingly and abundantly above all that we ask or think, according to the power that works in us. That's what the Bible is saying. Okay. നമ്മളെ ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായിട്ട് കർത്താവ് നമ്മുടെ ഉള്ളിൽ ശക്തി ചെയ്യാനായിട്ട് പറ്റും എന്ന് ദൈവത്തിലെ വിശുദ്ധാത്മാവ് പറയുന്നു. ഹല്ലേലൂയ. അപ്പൊ നമ്മളിപ്പോ എന്ത് ചെയ്യണമെന്ന് വെച്ചാല് ഇപ്പൊ ഈ സമയത്ത് ഇതൊന്ന് വചനം എടുക്കാനായിട്ട് തോന്നി വചനം എടുക്കുന്നത്. അപ്പൊ നമുക്ക് കർത്താവിന്റെ പ്രത്യേകത എന്ന് വെച്ചാല് നമ്മൾ ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായിട്ട് ചെയ്യാൻ കർത്താവിന് ചെയ്തു തരാൻ പറ്റും. ഇന്നത്തെ പിശാചിന് ട്രിക്ക് എന്നാന്ന് വെച്ച് കഴിഞ്ഞാല് ദൈവവേല ആയിരിക്കുന്ന ആൾക്കാർക്ക് ഒന്നുമില്ലാത്ത അവസ്ഥ, സാമ്പത്തികപരം ഒന്നുമില്ലാത്ത അവസ്ഥയാക്കും. അപ്പൊ ഇങ്ങനെയെങ്കിലും ഒരു പൈസയ്ക്ക് വേണ്ടി ഇങ്ങനെ ഓടും. കർത്താവിനെ കുറിച്ചുള്ള ചിന്ത വിട്ടിട്ട് ചെയ്യുന്ന പ്രവൃത്തി വിട്ടിട്ട് അതിൽ നിന്ന് വ്യതിചലിക്കാനാണ് വരും. എത്ര നഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാലും ദൈവവേല അല്പം താമസിച്ചാണെങ്കിലും നമ്മൾ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് വാക്ക് കയറി അല്പം താമസിച്ചാൽ കുഴപ്പമില്ല, നോ പ്രോബ്ലം, ടു ഡു ഇറ്റ് ഡെയിലി. അല്പം സമയം താമസിച്ചാൽ നമ്മൾ ചെയ്യണം, വിട്ടുകൊടുക്കരുത്. ഒരു ദിവസം നമ്മൾ ചെയ്തില്ലെങ്കിൽ നാളെ വേറൊരു പ്രശ്നമായിരിക്കും. പിന്നെ ദൈവവേലയിൽ നമുക്ക് താല്പര്യമില്ലാത്ത അവസ്ഥ വരും. പിശാചിന്റെ ഏറ്റവും വലിയ തന്ത്രം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ പിശാച് ഡയറക്റ്റ് ആയിട്ട് നമ്മളെ അങ്ങ് ഒന്നുമില്ലാതാക്കാൻ പറയത്തില്ല, ഇൻഡയറക്റ്റ് ആയിട്ട് മറ്റുള്ളവരോട് വരും. ദിസ് ഈസ് ദ ട്രിക്ക് ഓഫ് ദ ഡെവിൾ. ഈച്ച് ആൻഡ് എവറി ഡേ will make some kinds of trap in front of you, maybe through your friends, your colleagues, sometimes your financial areas, in all the wealth and everything, it will get some damage. So most of the people, those who are watching online, the people are watching, praise the Lord. If you are doing the gospel work or whatever, we need money, we need all the atmosphere, we have to keep everything, we have to meet our bills and everything. We'll search something, right, to get to manage something in our life, right? So that the trick of the devil is, when you are going after the money, praise the Lord, what is going to happen in our life?
most of the people will forget to do the gospel work. But the people, those who are having the trouble in your life, this is what I want to request to all of you. What I want to request to all of you, the people, those who are watching. If you are getting any other troubles in your life, even if you are getting a little bit of delay, we have to do the gospel work every day. Sometimes if you could not able to do one day, in another day will happen another issue. Praise the Lord. So that each and every day we have to do something for God. Praise the Lord. We should have some kind of desire to do the God's work, gospel work. We have to learn something new every day. അങ്ങനെ ചെയ്യണം. അപ്പൊ ഞാൻ പറഞ്ഞാല് ഓൺലൈൻ വാച്ച് ചെയ്ത ആൾ പറയും, എൻ്റെ ഓൺലൈനും ഫേസ്ബുക്ക് യൂട്യൂബ് എല്ലാം ഹാക്കഡാണ്. ഞാൻ യൂട്യൂബ് വാച്ച് ചെയ്യുന്ന വീഡിയോ വേരെയും അത് ഹാക്ക് ചെയ്തിട്ട് അത് സ്പിരിച്വൽ വാർഫെയറിന്റെ വീഡിയോ വരും അത് കറക്റ്റാ ഡിലീറ്റ് ചെയ്യിപ്പിച്ച് അത് പിന്നെ ഞാന് എൻ്റെ ലിസ്റ്റിൽ നിന്ന് തന്നെ അതിന്റെ സോഴ്സ് തന്നെ റിലീസ് ചെയ്ത് കളയിപ്പിച്ച് ഒത്തിരി കളയിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ വേറെ വഴിക്കൂടെ ഞാൻ വാച്ച് ചെയ്യുന്ന പ്രധാനപ്പെട്ട വീഡിയോ എല്ലാം ഞാൻ ഡൗൺലോഡ് ചെയ്യാറുണ്ട്. ഡൗൺലോഡ് ചെയ്തിട്ട് നമുക്ക് സെപ്പറേറ്റ് പെൻഡ്രൈവ് മാറ്റി വെക്കാറുണ്ട്. ആവശ്യം പോലെ ഇട്ട് കേൾക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതാണ് പിശാച് നമ്മുടെ ജീവിതത്തിൽ എന്ത് പ്രശ്നം കൊണ്ടുവന്നു കഴിഞ്ഞാലും അതിനെ തരണം ചെയ്യാണ്ട് വേറെ വഴി നമ്മൾ കണ്ടെത്തണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്ന് വെച്ചാൽ ദൈവവേലയെ നമ്മൾ വിട്ടു പോകരുത്. ദൈവവേലയിൽ നിന്ന് ശ്രദ്ധ കേന്ദ്രീകരിക്കാനായി വേണ്ടിയാണ് ഈ പിശാച് നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ പ്രശ്നങ്ങൾ കൊണ്ടുവരുന്നത്. അന്ധകാശത്തിക്ക് അറിയാം കർത്താവിന് നമ്മളെക്കുറിച്ച് കോളിംഗ് അറിയാം. അതുകൊണ്ട് തന്നെ നമ്മളെ നശിപ്പിക്കാൻ പറ്റത്തില്ല, നമ്മുടെ കോളിംഗ് ഇല്ലാതാക്കാൻ പറ്റത്തില്ല. പിശാച് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രവർത്തനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശ്രദ്ധ വ്യതിചലിപ്പിച്ച് അത് ഡിലേ ചെയ്യിപ്പിക്കാനുണ്ട്. അത് നോക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. അതാണ്. അപ്പൊ നമ്മൾ എന്താണെന്ന് വെച്ചാൽ അതിൽ നിന്നൊന്നും നമ്മൾ ശ്രദ്ധ കൊടുക്കരുത്. തോമസ് മാത്യു, സജി, സാമുവൽ, ഗോഡ് ബ്ലസ് യു. ക്ലെയർ, ബെക്സി ആൻഡ് എവരിബഡി, ഗോഡ് ബ്ലസ് യു. ഓക്കെ. റോസമ്മ, വർഗീസ്, ഗോഡ് ബ്ലസ് യു. ഓക്കെ എവരിബഡി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അതാണ് പറഞ്ഞു കഴിഞ്ഞാൽ പൗലോസ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ കർത്താവിന്റെ വേലയിൽ നിൽക്കുന്ന ആൾക്കാർ ഒരു കാര്യം ചെയ്യണം. അപ്പോസ്തല പ്രവൃത്തി 3:16 The people those who are watching online cannot able to follow in Malayalam. This is what today I'm preaching. Book of Ephesians chapter 3 verses 16, 17, 18, 19, 20. Praise the Lord. This Bible says ഇത് പറയുന്നത് അവൻ തന്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തോണം അവന്റെ ആത്മാവിനാൽ നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടണമെന്നും. എവിടെ നമുക്ക് തകർച്ച ഉണ്ടായിട്ടുണ്ടോ അവിടെ അകത്തെ മനുഷ്യനെ ബലപ്പെടേണ്ട രീതി നമ്മൾ ആലോചിക്കണം, നമ്മൾ ചിന്തിക്കണം, അതനുസരിച്ച് സ്റ്റെപ്പുകൾ മുന്നോട്ട് വയ്ക്കണം, മുമ്പോട്ട് പോകണം. പ്രൈസ് ലോർഡ്. ഏതൊക്കെ രീതിയിൽ അകത്തെ മനുഷ്യനെ ബലം കുറവുള്ള അവസ്ഥയിലേക്ക് നമ്മൾ പോകുന്നുണ്ടോ, എത്ര പൈസ കിട്ടിയെന്ന് പറഞ്ഞാലും ഈ പരിപാടിക്ക് നമ്മൾ പോകരുത്. കർത്താവിന് കർത്താവ് എന്ന് കഴിഞ്ഞാൽ കർത്താവിന് എൻ്റെ ദൈവമോ തൻ്റെ മഹത്വത്തിന്റെ ഒത്തവണ്ണം നമ്മുടെ ആവശ്യങ്ങളെല്ലാം ക്രിസ്തു യേശുവിൽ പൂർണ്ണമായി തീർത്തു തരുമെന്ന് ദൈവത്തിന്റെ വചനം വ്യക്തമായിട്ട് നമ്മളോട് പറയുന്നു. അതുകൊണ്ട് തന്നെ കാര്യസാധ്യതയ്ക്ക് വേണ്ടി എവിടെയും നമ്മൾ ഓടി പോകരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പം നമ്മൾ കാര്യസാധ്യതയ്ക്ക് വേണ്ടി ചെറിയൊരു കാര്യത്തിന് പൈസ കൂടുതൽ കിട്ടുമെന്ന് വിചാരിച്ച് കർത്താവിന്റെ പ്രസൻസ് വിട്ടിട്ട് നമ്മൾ പോകരുത്. അതാണ് ഞാൻ പറഞ്ഞത്. ദൈവ സാന്നിധ്യം ഇല്ലാത്ത അവസ്ഥയിലേക്ക് നമ്മൾ നീങ്ങരുത്. പ്രൈസ് ദി ലോർഡ്. അല്ല, ഇതാണ് പറയുന്നത് അവൻ തന്നെ മഹത്വത്തിന്റെ തന്നെ സുഹൃത്തോണം അവന്റെ ആത്മാവിനാൽ നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ബലപ്പെടേണ്ടതിനും ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിനും വരം നൽകണം എന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരോന്നി അടിസ്ഥാനപ്പെട്ടവരായി വീതിയും നീളവും ഉയരവും ആഴവും എന്ന് സകല വിശുദ്ധന്മാരോട് കൂടെ ഗ്രഹിപ്പാനും പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിൻ സ്നേഹത്തെ അറിയുവാനും പ്രാർത്ഥനാകുകയും ദൈവത്തിനെല്ലാം നിറവിനോളം നിറഞ്ഞു വരികയും വേണമെന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പം കർത്താവിനെ കുറിച്ച് അറിയാനായിട്ട് കർത്താവ് ആഗ്രഹിക്കുന്നു. ഞാൻ ഓൺലൈൻ വാച്ച് ചെയ്യുന്ന ആൾക്കാർ ദൈവത്തിന്റെ ശക്തി അറിയാനായിട്ട് ആഗ്രഹിക്കുന്നു. ദൈവത്തിന്റെ മഹത്വത്തെക്കുറിച്ച്, ദൈവത്തിന്റെ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ചെയ്യാനിരിക്കുന്ന അത്ഭുത പ്രവൃത്തികളെ കുറിച്ച് നമ്മൾ ചിന്തിക്കാനായിട്ട് കർത്താവ് ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ കർത്താവ് ചെയ്തിട്ടുണ്ടോ അതിനെപ്പറ്റി ചിന്തിക്കാനായിട്ട് കർത്താവ് ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദിസ് ഈസ് ദി വിൽ ഓഫ് ഗോഡ്. ഈച്ച് ആൻഡ് എവരി പീപ്പിൾ ഷുഡ് കം ടു നോ ദി ലെങ്ത്, ദി വിഡ്ത്ത് ആൻഡ് ദി ഡെപ്ത് ആൻഡ് ഓഫ് ദി ഗോഡ്. ദാറ്റ് മീൻസ് ദി പവർ ഓഫ് ദി ലോർഡ്. The people those who are watching online, the will of God is you should come to know the power of the Lord. What is the greatest power is there in the Lord. Praise the Lord. What is and such a wonderful miracle our God is doing to the people those who are in Christ Jesus. Praise the Lord. Hallelujah. And our God is a miracle worker God, and also you should come to know, our God want you to know that your purpose, the God's purpose and will about you. That is what the Bible is saying. Okay, the book of Jeremiah, Bible saying our God was saying to the Jeremiah,
Before your birth, I have appointed you as a prophet to the nations to preach the gospel. Praise the Lord. So that before the foundation of the world, praise the Lord, you and me already chosen by God. So most of the people are thinking, when you are facing the troubles and situations are coming against your life, sometimes you will think, oh God, what is going to happen in your life? You are not at all looking at me. But everything is, our God knows everything what is going on in your life. Praise the Lord. Hallelujah. Each and everything, whatever it is happening in your life, whatever may be, there will be a solution for that one. Our God will give you the wisdom and knowledge to come out from all the situations. This is what, according to my experience, I want to say to all the people. Praise the Lord. അതാണ് നമ്മുടെ ജീവിതത്തിൽ കടന്നു പോകുന്ന ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ, ഒന്നുമില്ലാത്ത അവസ്ഥ, ഇതെല്ലാം കർത്താവിനറിയാം. പൈതലോ. അപ്പൊ അതിൽ നിന്നെല്ലാം നമ്മൾ തകരാനായിട്ട് ദുഷ്ടം നോക്കുന്നു. എനിക്കെതിരെ, എൻ്റെ അറിവ് ശരിയാണ്, എനിക്കെതിരെ ദിവസവും മന്ത്രവാദ പ്രവൃത്തി നടക്കുന്നുണ്ട്, ദിവസവും ആഭിചാര പ്രവൃത്തി എൻ്റെ പേര് വെച്ച് നടക്കുന്നുണ്ട്. പൈതലോ. ഹല്ലേലൂയ. ദിവസവും എന്നെ കർത്താവിന്റെ വേലയിൽ നിന്ന് എന്നെ തകർത്ത് മാറ്റി കളയുവാനായിട്ട് പൈതലോ അന്ധകാര ശക്തികൾ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അതിൽ നിന്നൊന്നും നമുക്കറിയാം, ആഭിചാരം യാക്കോബിന് പറ്റത്തില്ല, ലക്ഷണവിധിയെ ഇസ്രായേലിന് ഫലിക്കത്തില്ല. കർത്താവിന്റെ വചനം പറയുന്നു, നമുക്കെതിരായിട്ടുണ്ടാക്കുന്ന ഒരായുധവും നമുക്ക് വലിക്കത്തില്ല. യെശയ്യാപ്രവചനം 54:17. അതുകൊണ്ട് തന്നെ ആ വചനം അയച്ച് ഇപ്പൊ എന്നെ കേൾക്കുന്ന എന്നിലൂടെ മാത്രമല്ല, എന്നെ കേൾക്കുന്ന നിങ്ങളിലേക്കും കർത്താവിന്റെ വചനത്തിന് തടസ്സമായിട്ട് നിൽക്കുന്ന അന്ധകാര ശക്തിയുടെ ആ പ്രവർത്തനത്തെ യേശുവിന്റെ തിരത്തൊഴിച്ചത് റിബ്യൂക്ക് ചെയ്ത് ക്യാൻസൽ ചെയ്ത് തകർത്ത് തുരകളയുന്നു. In the name of Jesus Christ. Praise the Lord. Hallelujah. വളരെ വാച്ച് ചെയ്യുന്നവര് നമുക്ക് ആമേൻ പറഞ്ഞ് സ്വീകരിച്ചു. Praise the Lord. നിങ്ങളുടെ ജീവിതത്തിൽ വലിയ കാര്യങ്ങൾ കർത്താവ് ചെയ്യും. പൗലോസ് പറഞ്ഞ, പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിൻ സ്നേഹത്തെ അറിയുവാനും പ്രാർത്ഥനയാകുകയും ദൈവത്തിന്റെ എല്ലാം നിറവിനോളം നിറഞ്ഞു വരികയും വേണമെന്നും പ്രാർത്ഥിക്കുന്നു. എന്നാൽ നാം ചോദിക്കുന്നതിനും നനയ്ക്കുന്നതിനും അത്യന്തപരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവന് സഭയും ക്രിസ്തു യേശുവിലും എന്നേക്കും തലമുറകളോളം മാത്രം ഉണ്ടാകട്ടെ. ആമേൻ. അപ്പൊ കർത്താവിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ, നമ്മൾ ചോദിക്കുന്നതിനും നനയ്ക്കുന്നതിനും അത്യന്തപരമായി ചെയ്തു തരുന്ന സർവശക്തനായ ദൈവമാണ് നമ്മുടെ ദൈവം. അതുകൊണ്ട് നമ്മുടെ ഇന്നത്തെ അവസ്ഥയോട് നമ്മൾ ബുദ്ധിമുട്ടിന്റെ ആവശ്യമില്ല. പറയത്തില്ലോ. അതാണ് നമ്മുടെ ഇന്ന് ഈ പുസ്തകം വായിച്ചു കഴിയുമ്പോഴേക്കും, ഇന്ന് പ്രോഗ്രസിന്റെ നമുക്കറിയാം, പ്രോഗ്രസിൽ ഇന്ന് പറയുന്നുണ്ട്, 10ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, നമ്മൾ നീതിവാന്മാരുടെ ആഗ്രഹമോ കർത്താവ് സാധിച്ചു തരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പം നീതി നമ്മുടെ ആഗ്രഹങ്ങൾ കർത്താവ് സാധിച്ചു തരുമെന്ന ദൈവത്തിന് പരിശുദ്ധാത്മാവിനെ. അപ്പം നമ്മൾ ആഗ്രഹിക്കുന്നവരായിരിക്കണം, പ്രതീക്ഷയുള്ളവരായിരിക്കണം. നാളെക്കുറിച്ച് നമുക്ക് പ്രതീക്ഷ വേണം. നമ്മൾ ഇവിടെ ആയിരിക്കുമ്പോൾ തന്നെ നമ്മൾ ചിന്തിക്കണം, നമ്മൾ ഒരു നാളും മരണമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഈ ജഡം മരിച്ച് ഒന്നുമില്ലാതായി അഴുകി മാറും. പക്ഷെ നമ്മുടെ ആത്മാവോ, പ്രൈസ് ദി ലോർഡ്, വേറെ ഒരു ജീവിതത്തിലേക്ക് പ്രവേശിക്കും. എന്നും നിത്യതയോടുകൂടി യേശു ക്രിസ്തുവിനോട് പിതാവായ ദൈവത്തോടൊപ്പം സ്വർഗരാജ്യത്ത് നമ്മൾ ഇരുത്തപ്പെട്ട്, പ്രൈസ് ദി ലോർഡ്, ദൈവത്തോടൊപ്പം നമ്മൾ സ്തുതിക്കുന്നവരായി മാറും. ഇങ്ങനെ ഒരു ചിന്ത നമ്മളിലേക്ക് വരണം. അപ്പൊ ഇന്നത്തെ പിശാചിന്റെ പ്രത്യേകത വെച്ചാൽ, നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നവരെ ഓർത്ത് നമ്മൾ ചിരിക്കും. അപ്പൊ ലോകത്തിന്റെ കാര്യം ഓർത്തിരിക്കും. ദൈവത്തിന്റെ സഭയെക്കുറിച്ചോ ദൈവീയ കാര്യങ്ങൾ ചിന്തിക്കാൻ സമയം കിട്ടത്തില്ല. അപ്പൊ നമ്മുടെ ചിന്ത ഡൈവേർട്ട് ചെയ്യണം. ഇന്നത്തെ ദിവസം വാച്ച് ചെയ്യുന്ന ഓരോ വ്യക്തിയും ഈ ചിന്തകളെ തകർക്കുന്ന ദുരാത്മ ശക്തിയെ യേശുവിന്റെ തിരത്തൊഴിച്ച് ഞാൻ ചേഞ്ച് ചെയ്യുന്നു. യേശുവിന്റെ നാമത്തെ ഞാൻ ചേഞ്ച് ചെയ്യുന്നു. ചിന്തകളെ തകർക്കുന്ന ദുരാത്മ ശക്തിയെ യേശുവിന്റെ തിരത്തൊഴിച്ച് ഞാൻ ബന്ധിച്ച് കേട്ടി പുറത്താക്കുന്ന നെയിം ഓഫ് ജീസസ്. കർത്താവേ, കർത്താവിന്റെ നീളവും വീതിയും ഉയരവും ആഴവും അറിയുവാനുള്ള കൃപ എല്ലാവർക്കും കൊടുക്കണമെന്ന് കർത്താവെ ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്നെ കേൾക്കുന്ന എല്ലാവരെയും യേശുവിന്റെ തിരത്തത്താൽ മുദ്രയിട്ട് പ്രാർത്ഥിക്കുന്ന കർത്താവെ, പ്രത്യേകിച്ച് കർത്താവെ, ഹൃദയം തകർന്നിരിക്കുന്ന ആൾക്കാരെ വാച്ച് ചെയ്യുന്നുണ്ട്. യേശുവിന്റെ തിരത്തൊഴിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്ന കർത്താവെ, the people are broken hearted people are watching right now. Father, apply the blood of Jesus Christ right now. I sprinkle the blood of Jesus Christ right now and declare the divine healing and power and touch in their body, in the mind and heart right now, Father, in the name of Jesus Christ. Father, once again, യേശുവിന്റെ നാമത്തിൽ കർത്താവിനെ കേൾക്കുന്ന ഓരോ വ്യക്തിയോട് കർത്താവെ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. In Jesus' name I pray. Amen. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. നാളത്തെ മെസ്സേജ് രാവിലെ ആയിരിക്കും. പ്രൈസ് ദി ലോർഡ്. അത് ഫ്ലയറിൽ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ.